തരിടമേ ഞാനോ കുറയണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 9. അക്കാലത്ത് യേശു 12 ശിഷ്യന്മാരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. കർത്താവിന്റെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത വേലയ്ക്കായി അയക്കുന്നതിന് മുന്നോടിയായി അവർക്ക് നൽകുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ തിരുവചന ഭാഗത്തുള്ളത്. രോഗികളെ സുഖപ്പെടുത്താനും പിശാച് ബാധിതരെ വിമോചിതരാക്കാനും സുവിശേഷം പ്രസംഗിക്കാനുമായി ക്രിസ്തു തന്റെ ശിഷ്യരെ അയക്കുമ്പോൾ എന്തൊക്കെ എടുക്കരുതെന്ന് ക്രിസ്തു വ്യക്തമായി വചനഭാഗത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ഒന്നാമതായി ദൈവത്തിന്റെ സംരക്ഷണയിലാണ് തങ്ങളെന്ന ബോധ്യം എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ് ക്രിസ്തു അപ്രകാരം പറയുന്നത്. രണ്ടാമതായി, ഒന്നും കരുതാതെ വെറും കൈയോടെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ആ വീട്ടുകാരുടെ ആതിഥ്യ മര്യാദയെ വിശ്വസിക്കലാണ്. എല്ലാം അവർ നൽകുമെന്ന ഉറപ്പിലാണ് അങ്ങനെ ചെല്ലുക. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീടുകളിലേക്ക് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എല്ലാം കൊണ്ടല്ലല്ലോ. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരാണെന്ന് ശിഷ്യന്മാർ അവരോട് പറയാതെ പറയുകയാണ് അതിലൂടെ. അതവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും. പകരം നിങ്ങൾക്ക് അളവറ്റ സ്നേഹവും കരുതലും ലഭിക്കും. സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഇടങ്ങളിലൊക്കെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച ക്രിസ്തുവും ഉണ്ടാകും. ക്രിസ്തുവിന്റെ പ്രേക്ഷിതൻ ലോകകാര്യങ്ങളിലല്ല, ക്രിസ്തുവിന്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധാലു ആകേണ്ടതെന്നും ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രേക്ഷിതൻ ദൈവത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവനെ ദൈവം കാത്തുകൊള്ളും എന്ന വിശ്വാസം നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിലും ഉണ്ടാകട്ടെ. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.